നാവികസേനയുടെ അന്തർവാഹിനി പൊളിച്ചുമാറ്റുന്നതിന് കണ്ണൂർ അഴീക്കലിലെ സിൽക്കിലെത്തി. 2022 ജൂലൈ 16 ഡീകമ്മീഷൻ ചെയ്ത അന്തർവാഹിനി INS സിന്ധു ധ്വജ് ആണ് പൊളിക്കുന്നതിനായി സിൽക്കിന് ലഭിച്ചതെന്ന് സിൽക്ക് ചെയർമാൻ മുഹമ്മദ് ഇക്ബാലും മാനേജിംഗ് ഡയറക്ടർ TG ഉല്ലാസ് കുമാറും അഴീക്കലിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആദ്യമായാണ് സിൽക്കിന് അന്തർവാഹിനി കപ്പൽ പൊളിക്കുന്നതിനായി ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സ്വദേശിവൽക്കരണത്തിന്റെയും നാവികസേനയുടെ ആത്മനിർഭരത കൈവരിക്കാനുള്ള ശ്രമങ്ങളുടെയും പതാകവാഹകരായിരുന്നു ഈ അന്തർവാഹിനിയെന്നും അദ്ദേഹം പറഞ്ഞു. 6 മാസം കൊണ്ട് പൊളിക്കൽ പൂർത്തീകരിക്കും. നിയമപരമായ എല്ലാ അനുമതികളും ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും അതുവഴി സിൽക്കിന് കൂടുതൽ വളർച്ച കൈവരിക്കാനും സാധിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. അന്തർവാഹിനി ആയതുകൊണ്ട് പൊളിക്കുന്നതിന് വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും വർഷങ്ങളായി കപ്പൽ പൊളിക്കുന്നതിനുള്ള സിൽക്കിൻ്റെ പരിചയം ഉൾപ്പെടുത്തി ഏകദേശം 6 മാസം കൊണ്ട് പൊളിക്കൽ പൂർത്തിയാക്കാവുന്നതാണ് ഇപ്പോൾ കരുതുന്നത്. കപ്പൽ പൊളിക്കുന്നതിന് വേണ്ട എല്ലാവിധ ഗവൺമെൻറ്റിൻ്റെ പക്കൽ നിന്നും മറ്റ് എല്ലാവിധ അനുമതികൾ ലഭിച്ചതിനെ തുടർന്നാണ് അന്തർവാഹിനി പൊളിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതുപോലുള്ള അന്തർവാഹിനികൾ പൊളിക്കുന്നതോടുകൂടി ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും അതുവഴി കൂടുതൽ വളർച്ച നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. സിൽക്കിനെ സംബന്ധിച്ച് ഈ അന്തർവാഹിനിയുടെ വരവോടുകൂടി കപ്പലുകൾ പൊളിക്കുന്നതിനുള്ള കൂടുതൽ എൻക്വയറീസ് സിൽക്കിൻ്റെ വരുന്നുണ്ട്. പല ഭാഗത്തു നിന്നും ഇതിവിടെ എത്തിച്ചേർന്നതിനെക്കുറിച്ച് പല ഭാഗത്തു നിന്നും എൻക്വയറി ഇതിനെക്കുറിച്ച് വരുന്നുണ്ട്. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സിൽക്കിൻ്റെ മോഡേണൈസേഷൻ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതോടുകൂടി മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളായ കൊച്ചിൻ ഷിപ്പ്യാർഡ്, റെയിൽവേ, BEML എന്നിവയിൽ നിന്ന് കൂടുതൽ ഓർഡറുകൾ സിൽക്കിൻ്റെ വിവിധ യൂണിറ്റുകൾ, ഞാനത് പിന്നീട് പറയാം, അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. സിൽക്കിൻ്റെ മറ്റ് യൂണിറ്റുകളുണ്ട്. സിൽക്കിൻ്റെ ഫാബ്രിക്കേഷൻ യൂണിറ്റ് ഉണ്ട്, ഫൗണ്ടറി യൂണിറ്റ് ഉണ്ട്, ഹോസ്പിറ്റൽ ഫർണിച്ചർ ഉണ്ട്, കപ്പൽ നിർമ്മാണമുണ്ട്. എന്നീ എല്ലാ മേഖലകളിൽ നിന്നും വളരെ ഒരു ഉന്നമനമായ പ്രവർത്തനം ഈ വരും വർഷങ്ങളിൽ സിൽക്കിൽ നിന്നും. സിൽക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതോടുകൂടി കൊച്ചിൻ ഷിപ്പ്യാർഡ്, റെയിൽവേ, BEML എന്നിവയിൽ നിന്നും കൂടുതൽ ഓർഡറുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.